ലോകത്തെമ്പാടും ഇടതുപക്ഷ തീവ്രവാദ സംഘടനകളും അതുപോലെ തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകളായ IS-ഉം ഖ്വയ്ദയും അവരുടെ പ്രോക്സികളും നടത്തുന്ന ഒരു വലിയ നീക്കം അത് പല സർക്കാരുകളെയും കടപുഴക്കി താഴെയിട്ടു. പല സർക്കാരുകളെയും താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നീക്കം നടത്തുന്നത്. ബംഗ്ലാദേശിലും ശ്രീലങ്കയിലുമൊക്കെ ഇത്തരം നീക്കങ്ങൾ ഫലപ്രാപ്തിയിലെത്തി. എന്നാൽ ഇന്ത്യയിൽ മാത്രം ഒന്നും നടക്കാത്തതിന് കാരണം ഇവിടെ നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിലുള്ള ഒരു കേന്ദ്ര സർക്കാരാണ് എന്ന് പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഫിനാൻഷ്യൽ ടാസ്ക് ഫോഴ്സാണ്. ഈ സ്ഥാപനം ലോകത്തെ 200ഓളം രാജ്യങ്ങളിൽ ഇതിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട്. FATF റിപ്പോർട്ടിൽ പറയുന്നത് IS-ൻ്റെയും ഒപ്പം തന്നെ ഖ്വയ്ദയുടെയും അവരുടെ പ്രോക്സികളുടെയും തീവ്ര ഈ ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ സംഘടനകൾ ഇന്ത്യയിലും പല പ്രവർത്തനങ്ങളും നടത്താൻ പല സാഹസത്തിനും അവർ മുതിർന്നിരുന്നു. പക്ഷേ നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വം ഉള്ളതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, ഇനി കഴിയുകയുമില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇതിനെ കരുതിയിരിക്കാനും പറയുന്നു. കാരണം തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഇടത് തീവ്ര സംഘടനകളും കൈകോർത്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതെന്നും ഈ റിപ്പോർട്ട് അടിവരയിടുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.